ചേട്ടാ, പാലക്കാട് ശോഭ സുരേന്ദ്രൻ പണം നൽകി വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് തനിക്ക് അവരെ അറിയത്തില്ല, തന്നെ കുറേ നേരം അവർ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. എന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലമാണിന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ പ്രധാന ചർച്ചാ കേന്ദ്രം. കാരണം എന്ന് പറയുന്നത് കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശ്ശിയിൽ ഒരു മരണവീട് സന്ദർശിക്കാനെത്തിയ BJP സ്ഥാനാർത്ഥിയെ അനുഗമിച്ചെത്തിയവർ ആ വീട്ടിലുണ്ടായിരുന്ന വയോധികയ്ക്ക് നേർക്ക് 5000 രൂപ നീട്ടി എന്നുള്ളതാണിപ്പോൾ വിവാദങ്ങൾക്ക് മൂലകാരണം. ഇത് പാലക്കാട് പോലെ നമുക്കൊരു BJP സംബന്ധിച്ച് കേക്ക് വാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു മണ്ഡലം. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP ഭരിക്കുന്നൊരു മുനിസിപ്പാലിറ്റിയുള്ളൊരു സ്ഥലം. കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ തന്നെ BJPക്ക് ഏറ്റവും അധികം സംഘടനാപരമായിട്ട് അടിത്തറ ഉണ്ടാക്കിയിട്ടുള്ളൊരു മണ്ഡലം. ആ ഒരു മണ്ഡലത്തിൽ ഇങ്ങനൊരു മണ്ടത്തരം എങ്ങനെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നു. അതിപ്പോഴും പല വാദപ്രതിവാദങ്ങളുമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. ഇപ്പോൾ ആ ഒരു പണം കൈമാറിയെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് പറയില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവിനെ അവിടെ ഇരു മുന്നണികളും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയാണ്. കാരണം അവർക്ക് പിഷാരടിയെ പോലെ ഒരു സിനിമയിൽ നിന്ന് നേരിട്ട് രാഷ്ട്രീയത്തിൽ മുൻപരിചയങ്ങളൊന്നുമില്ലാത്ത, എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കുറേ കാലമായിട്ട് കോൺഗ്രസിനൊപ്പം സഹയാത്രികനായിരുന്നു എന്ന് പറയുമ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു മേഖലയാണ്. ആ ഒരു മേഖലയിൽ മുൻപരിചയം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്, ഒരു അഡ്വാൻറ്റേജാണ്. ആ ഒരു സ്ഥലത്ത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ക്രൗഡ് പുള്ളർ എത്തുമ്പോൾ ആ ഒരു സ്ത്രീയെ പരാജയപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായേക്കും. അതിലേറ്റവും ഒടുവിലത്തെ അടവാണോ ഇത്തരത്തിലൊരു പണം വിതരണം ചെയ്തു എന്നുള്ളൊരു ആരോപണം എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കും. നമ്മുടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഫ്രീബീസ് എന്നാണ് ഇത് പറയുന്നത്. കാരണം വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പലപ്പോഴും സുപ്രീം കോടതിയും RBIയും ഒക്കെ തടഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അത് അനുസ്യൂതം ആവർത്തിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ മിക്സി, ഗ്രൈൻഡർ, അതുപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, TV, ഈ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ പണം നൽകി അല്ലെങ്കിൽ മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സ്വാധീനിക്കുന്നു എന്നുള്ളൊരു കാര്യം തമിഴ്നാട്ടിലൊക്കെ സാധാരണ സംഭവമാണ്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്ര വിദ്യാസമ്പന്നതയുള്ള, സാക്ഷരതയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നൊരു കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഭരിക്കുന്നവരുടെ കുഴപ്പമാണ്. കാരണം അത് ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഇതിനെ നിരീക്ഷിക്കാനായിട്ട് പ്രത്യേക സംവിധാനങ്ങൾ തത്സമയം. എത്രത്തോളം നിരീക്ഷണ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ നിരത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇത്രയധികം ക്യാമറകളുള്ള വാഹനങ്ങളൊക്കെയാണ് നിരന്തരം നിരത്തുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രഹസ്യ വിവരം ഈ എല്ലാവരും ഒരേ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവർക്ക് എതിർ പാർട്ടിക്കാരുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനിലേക്ക് അറിയിച്ചാൽ അവിടെ തീർച്ചയായിട്ടും ഒരു പരിശോധന ഉണ്ടാകും. ഇപ്പോൾ തന്നെ ആ ഒരു വയോധികയുടെ വീട്ടിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തി പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് 5000 രൂപ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർക്ക് പെൻഷൻ കിട്ടിയ പണമാണ്. ഇവർ എല്ലാ സ്ഥാനാർത്ഥികൾ വരുമ്പോഴും അവരോടൊക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടി 5000 രൂപ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ആരും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവരുടെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്ന പണം എന്ന് പറയുന്നത് പെൻഷൻ കിട്ടിയ പണമാണെന്നാണ് വയോധിക പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു വലിയ വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് CPMൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിശാലികളെ വലിയൊരു തന്ത്രമായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വനിത, അവർ മുൻപ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ KC വേണുഗോപാലിനെതിരെ മത്സരിച്ച ഒരു സ്ത്രീയാണ്. ആ ഒരു ആലപ്പുഴ പോലെ കമ്മ്യൂണിസ്റ്റ് കോട്ട അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു വിഭാഗം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMൻ്റെ ഉറച്ച കോട്ട എന്ന് പറയപ്പെടുന്നൊരു മണ്ഡലത്തിൽ പുറത്തുനിന്നെത്തി 2,99,000-ൽ പരം വോട്ടുകൾ ഒരു പുറത്തുനിന്നെത്തിയ ഒരു വനിതാ സ്ഥാനാർത്ഥി പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അവർ നിന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ആധിപത്യം സ്ഥാപിക്കാൻ എപ്പോഴും സാധിച്ചിട്ടുള്ള ഒരു അത്ഭുതമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് അവർ കയറി വരുമ്പോൾ ഒരു അയൽ വീട്ടിലെ സ്ത്രീ എന്നതിൽ കവിഞ്ഞൊരു പൊളിറ്റീഷ്യനാണ്, സീസൺഡ് പൊളിറ്റീഷ്യൻ തന്നെയാണ്. പക്ഷേ അതിനപ്പുറം അവരൊരു പുറത്തു നിന്നുള്ള ഒരു അപരിചിതയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്. അങ്ങനെ ഉള്ളൊരു സ്ത്രീയായിട്ടാണ് ശോഭാ സുരേന്ദ്രനെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ട് വോട്ട് ഉയർത്തിയ പല നിയോജക മണ്ഡലങ്ങളിലും ആലപ്പുഴയിൽ ഉണ്ടായിട്ടും അവരെ പാലക്കാടിലേക്ക് നിയോഗിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളാണ്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടെ ബൈ ഇലക്ഷനിൽ വിജയിച്ച് കയറിയ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം പെടുന്ന എന്ത് കേസിലാണ്? ലൈംഗികാതിക്രമം അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിൽ ആരോപണ വിധേയനായ ഒരു MLAക്കെതിരെ മത്സരിക്കാനായിട്ട് ഒരു സ്ത്രീയെ തന്നെ നിയോഗിച്ചതിലൂടെ
BJP ആ മണ്ഡലത്തിൽ പകുതി ജയിച്ചു കഴിഞ്ഞാണ്. അവിടേക്ക് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവല്ല. സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായിക്കഴിഞ്ഞാൽ പാലക്കാടിന് ഒരു മാറ്റം ഉണ്ടാകും എന്നതിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ BJP പാലക്കാടിലെ ജനങ്ങൾക്ക് വെച്ച് നൽകിയത്. കാരണം തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ബൈ ഇലക്ഷനിൽ മത്സരിച്ച സി കൃഷ്ണകുമാറാണ്. സി കൃഷ്ണകുമാറിന് പ്രാദേശികമായ ഒരു അടിത്തറയുണ്ടെങ്കിൽ പോലും പല ആരോപണങ്ങളിലും അദ്ദേഹം വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മലമ്പുഴ മണ്ഡലമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ മണ്ഡലത്തിലേക്ക് നിയോഗിച്ചതിൻ്റെ പ്രധാന കാരണം ആ ഒരു മണ്ഡലത്തിൽ വിജയം അകലെയല്ല. കാരണം ഇത്തരത്തിൽ BJPക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പാലക്കാട് തന്നെയാണ്. പാലക്കാട് മണ്ഡലമെടുത്താൽ പാലക്കാട്, കണ്ണാടി, പിരായിരി, മാത്തൂർ തുടങ്ങിയ പല പഞ്ചായത്തുകളും, ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് BJPയുടെ കോട്ടയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണാടിയും പിരായിരിയും മാത്തൂരും പോലുള്ള പഞ്ചായത്തുകളിൽ CPMനും കോൺഗ്രസിനും പല തരത്തിലാണ് അവർക്ക് ഏറ്റക്കുറിച്ചുകളിൽ വോട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ BJPക്ക് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അവിടെ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് എന്നൊരു ചിന്താഗതി BJPക്ക് ഉണ്ട്. പക്ഷേ ആ ഒരു മണ്ഡലത്തിലെ വോട്ട് വിഹിതം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ടുകൾ അവരുടെ ഒരു വലിയ ഭീഷണിയാണ്. അപ്പോൾ അതിലൊരു ഇടിവുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ശോഭയ്ക്ക് പാലക്കാട് ഒരു കാലിടറാനുള്ള സാഹചര്യമുണ്ട്. ഇത് നിസ്സാരമായിട്ട് അവിടെ ഒരു വിവരം രഹസ്യമായിട്ട് പണം കൈമാറുന്നുണ്ടെന്നൊരു വിവരം ഇലക്ഷൻ കമ്മീഷന് കൈമാറിയാൽ തീർച്ചയായിട്ടും അവിടെ പരിശോധന ഉണ്ടാകും, നടപടി ഉണ്ടാകും. ഒരു പക്ഷേ സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണെങ്കിൽ അയോഗ്യത കൽപ്പിക്കാനുള്ള നിയമങ്ങൾ വരെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ്റെ തലേ ദിവസം തന്നെ കഴിഞ്ഞ തവണ ഒരു പെട്ടി വിവാദമായിരുന്നു. അത് UDF സ്ഥാനാർത്ഥിക്കെതിരെയാണ്. അത് അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ അത് വളരെയധികം സ്വാധീനിച്ചു. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അവരതിനോട് പ്രതികരിക്കുന്ന രീതി അതും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു വെളുത്ത ഇന്നോവ കാറിൽ പിറകെ തൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ പിറകെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പ്രകോപനപരമായി ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ആരോപണം. അതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ഒരു പക്ഷേ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ വാദങ്ങൾക്ക് വസ്തുത ഉണ്ടാകും. പക്ഷേ ഇത്ര ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ നാളെയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി സംശയമില്ല, പാലക്കാട് മുനിസിപ്പാലിറ്റി ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെയാണ്. പക്ഷേ ഈ പഞ്ചായത്തുകൾ എന്ന് പറയുന്ന കണ്ണാടി, പിരായിരി, മാത്തൂർ പോലുള്ള പഞ്ചായത്തുകളിൽ വ്യക്തമായ ഒരു മേധാവിത്വം ശോഭാ സുരേന്ദ്രന് ഈ ഒരു അവസരത്തിൽ അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിവാദം വരുന്നത്. ആ ഒരു വിവാദം എത്രത്തോളം നാളെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ വേഗം ഈ ഒരു റീൽസിനപ്പുറം റിയലാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഒരു ഇലക്ഷൻ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെയൊക്കെ സ്വാധീനിച്ച് നാളെ എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രന് ഒട്ടും ഗുണകരമായിരിക്കില്ല. പക്ഷേ അതിനോട് പ്രതികരിക്കേണ്ട രീതി അതിലും കുറച്ചുകൂടി സംയമനം കാണിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആരോപണമാണ്. ആരോപണത്തെ പറ്റി നിർത്താൻ തീർച്ചയായിട്ടും ഒരു പൊളിറ്റീഷ്യനാണ്, അവർക്ക് ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. പക്ഷേ ഒരു പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ ഒരു ഈസി കേക്ക് വാക്ക് എന്ന നിലയിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു മത്സരം പാലക്കാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിഷാരടി വരുന്നു, NMR റസാഖ് വരുന്നു. NMR റസാഖ് വരുന്നതിലൂടെ കോൺഗ്രസിലേക്ക് എത്തേണ്ട ഒരു മുസ്ലിം വോട്ട് തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകൾ NMR റസാഖിലേക്ക് പോകുമെന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോൺഗ്രസിനും അവിടെ കാര്യങ്ങൾ അത്ര ഗുണകരമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വാൾമുന, ഒരു ചക്രവർത്തിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളെന്ന പോലെ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് മേൽ നിലനിൽക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം. സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ റീലുകളൊക്കെ ആയിട്ട് നിറയുകയാണ്. കോൺഗ്രസിൻ്റെ ഇത്രയധികം സൈബർ പോരാളി എന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം ഈ ഇലക്ഷൻ കാലത്ത് പരിണമിച്ചു. കാരണം അദ്ദേഹം പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കൊക്കെ മില്യൺ കണക്കിനാണ് റീച്ച് വരുന്നത്. പക്ഷേ ഈ റീലും റിയലും രണ്ടാണ് എന്ന് പറയുന്നത് പോലെ റീല് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ആളുകളെ കൂട്ടിയാണ്. പക്ഷേ പാലക്കാട് ഗ്രൗണ്ട് ലെവലിൽ ശോഭാ സുരേന്ദ്രന് വ്യക്തമായൊരു ആധിപത്യമുണ്ട്. അതിന് തടയിടാൻ വേണ്ടി ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാക്കി വെച്ച കുപ്രചരണമാണോ ഇതെന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ കൃത്യമായ രാഷ്ട്രീയ മര്യാദയോടെ സംയമനത്തോടെ ഇടപെട്ടാൽ ശോഭാ സുരേന്ദ്രന് കാര്യങ്ങൾ കുറച്ചുകൂടി ഗുണകരമാകും. അല്ലെങ്കിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പാലക്കാട് പല വീഴ്ചകൾക്കും അല്ലെങ്കിൽ പല അത്ഭുതങ്ങൾക്കും അട്ടിമറികൾക്കും സാധ്യതയുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ പറ്റും.